മംഗല്യഭാഗ്യം. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഒരു പ്രമുഖ IT കമ്പനിയിലെ ജീവനക്കാരിയാണ് 22 വയസ്സുകാരിയായ പ്രിയ. കള്ളവും ചതിയും അറിയാത്ത നിഷ്കളങ്കയായ സുന്ദരി. സുന്ദരമായ കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയുമുള്ള പ്രിയ ആ ഓഫീസിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. അതേ കമ്പനിയിൽ തന്നെ HR ജോലി ചെയ്യുന്ന ദീപേഷ് കഴിഞ്ഞ 2 വർഷമായി പ്രിയയുടെ പുറകെയാണ്. അവളോടുള്ള തന്റെ പ്രണയം അവൻ പലവട്ടം തുറന്നു പറഞ്ഞിട്ടും പ്രിയ അവനെ ഗൗനിക്കാറില്ല. എങ്കിലും മടുപ്പില്ലാത്ത ദിവസവും അവൻ അവളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കും. ആ ഓഫീസിലെ ഓരോ തൂണിനും ദീപേഷിന്റെ കാത്തിരിപ്പിന്റെ കഥ പറയാനുണ്ടാവും. പ്രിയയുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഞ്ജലി. പ്രിയയുടെ മനസ്സിലെ നീറുന്ന ഭാരമറിയാതെ അവൾ എപ്പോഴും ദീപേഷിന് വേണ്ടി വാദിക്കും. ഒരു ദിവസം ഉച്ചയ്ക്ക് കഫ്റ്റീരിയയിൽ ഇരിക്കുമ്പോൾ അഞ്ജലി പതിവ് പോലെ വിഷയം തുടങ്ങി വെച്ചു. പ്രിയ, നീ എന്തിനാടി ആ പാവം ദീപേഷിനെ ഇങ്ങനെ ഓടിക്കുന്നത്? അവൻ എത്ര നല്ലവനാണെന്ന് നിനക്കറിയില്ലേ? ഇത്രയും ക്ഷമയുള്ള ഒരാൾ നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? കാണാൻ നല്ല ലുക്ക്, മാന്യമായ പെരുമാറ്റം, നല്ല ശമ്പളമുള്ള ജോലി. ഈ ഇഷ്ടം അവൻ എന്നോടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞേനെ. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? നിന്റെ മനസ്സിനെ നീ ഇങ്ങനെ കല്ലുപോലെ വെച്ചിരിക്കുന്നത്? പ്രിയ ഒന്നും മിണ്ടാതെ തൻ്റെ ലഞ്ച് ബോക്സിലേക്ക് നോക്കിയിരുന്നു. അവളൊന്ന് വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടം അഞ്ജലിക്ക് അപ്പോഴും മനസ്സിലായിരുന്നില്ല. അപ്പോഴാണ് ദീപേഷ് അങ്ങോട്ട് വന്നത്. അവൻ്റെ മുഖത്ത് എപ്പോഴത്തെയും പോലെ ആ പ്രസന്നമായ ചിരിയുണ്ടായിരുന്നു. ഹായ് പ്രിയ, കഴിച്ചോ? അവൻ പതുക്കെ ചോദിച്ചു. കഴിച്ചില്ലെങ്കിൽ നീ വാങ്ങിത്തരുമോ? അതെൻ്റെ വയറ്റിലേക്ക് കുത്തിയറച്ച് തരുമോ? പ്രിയയുടെ മറുപടി പതിവ് പോലെ കടുപ്പത്തിലായിരുന്നു. ആ വാക്കുകൾ കേട്ട് അടുത്തുനിന്നവരൊന്ന് നോക്കിയെങ്കിലും ദീപേഷ് കുലുങ്ങിയില്ല. ശരി, എന്നെ കുറിച്ച് നിന്റെ ഉള്ളിൽ എന്താണെന്ന് തോന്നുന്നു? ദീപേഷ് വിട്ടില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ ഒരു വലിയ വായി നോക്കിയാണെന്ന് തോന്നി. മതിയോ? പോയി നിന്റെ പണി നോക്കി ദീപേഷേ. നിനക്കിനൊരു സുഹൃത്തായിട്ടെങ്കിലും കണ്ട് സംസാരിച്ചൂടെ? നമുക്കൊരു ചായ കുടിച്ചൂടെ? അവൻ വീണ്ടും ചോദിച്ചു. പ്രിയ പെട്ടെന്ന് ഗൗരവത്തിലായി. ദീപേഷ്, നീ എന്താ മനസ്സിലാക്കാത്തത്? എനിക്ക് പ്രണയിക്കാൻ താല്പര്യമില്ല. ആരെയും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് എന്നെ വിട്ടേക്ക്. നീ എത്ര ശ്രമിച്ചാലും എൻ്റെ ഉത്തരം മാറാൻ പോകുന്നില്ല. അവൻ പോയി കഴിഞ്ഞപ്പോൾ അഞ്ജലി പ്രിയയുടെ കൈ പിടിച്ച് പറഞ്ഞു. പ്രിയ, നിന്റെ ഉള്ളിൽ എന്തോ വലിയ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ദീപേഷ് മറ്റുള്ളവരെ പോലെയല്ല. അവൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആരെങ്കിലും വിശ്വസിക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നീ ഒന്നുകൂടി ആലോചിക്കേ. അഞ്ജലിയുടെ തുടർച്ചയായ നിർബന്ധത്തിന് വഴങ്ങി അന്ന് വൈകുന്നേരം പ്രിയ ദീപേഷിനോടൊന്ന് സംസാരിക്കാൻ തയ്യാറായി. തന്റെ മനസ്സിലെ ഭാരം തുറന്നു പറഞ്ഞാൽ അവൻ തന്നെ വിട്ടുപോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ നഗരത്തിലെ ശാന്തമായ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടി. പ്രിയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യുവാത്തിനോ ശാരീരിക സുഖത്തിനോ വേണ്ടിയല്ല. നിന്റെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നീ സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനാണ് നീ നിന്റെ ചുറ്റിത്ര വലിയൊരു മതിൽ പണിതിരിക്കുന്നത്? ദീപേഷ് പതുക്കെ ചോദിച്ചു. പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. കോഫി ഷോപ്പിലെ തിരക്കിൽ നിന്ന് മാറിയിരിക്കുമ്പോഴും പ്രിയയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒരു ദീർഘശ്വാസം എടുത്ത് അവൾ പറഞ്ഞു തുടങ്ങി. ദീപേഷ്, നീ കാണുന്ന ഈ ചിരിക്ക് പിന്നിൽ തകർന്നു പോയൊരു പെണ്ണുണ്ട്. 2 വർഷം മുമ്പാണ് അത് നടന്നത്. അന്ന് ഞാൻ മറ്റൊരു കമ്പനിയിൽ ട്രെയിനിയായിട്ട് ജോലി ചെയ്യായിരുന്നു. പുതിയ ജോലിയുടെ ആവേശത്തിൽ നേരം പോകുന്ന അറിയില്ലായിരുന്നു. അന്ന് രാത്രി 9 മണി കഴിഞ്ഞ് ഓഫീസ് വിട്ടപ്പോൾ മഴക്കാറുള്ള രാത്രിയായിരുന്നു. അന്ന് എൻ്റെ സ്കൂട്ടി പകുതിയിൽ വെച്ച് നിലച്ചുപോയി. മെക്കാനിക്കിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. വീടിനടുത്തിൽ നിന്ന് കരുതി ഞാൻ നടക്കാൻ തീരുമാനിച്ചു. ആ വഴിയിലന്ന് തെരുവിളക്കൾ തെളിഞ്ഞിരുന്നില്ല. ഇരുട്ടിലൂടെ നടക്കുമ്പോൾ പിന്നിലാരോ വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. പക്ഷേ പെട്ടെന്നൊരാൾ പിന്നിലൂടെ വന്ന് എൻ്റെ വായ കുത്തിപ്പിടിച്ചു. ഞാൻ സർവ്വശക്തിയും എടുത്ത് കുതിരി മാറി ഓടാൻ ശ്രമിച്ചു. അവൻ്റെ ബലത്തിനു മുമ്പിൽ എനിക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ എൻ്റെ മുകളിൽ കുത്തിപ്പിടിച്ച് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചഴിച്ചു. ചേട്ടാ പ്ലീസ്, എന്നെ വിട്ടേക്ക്. എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ മാറിയും വളയൊക്കെ എടുത്തു എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. പക്ഷേ അവനിലെ മൃഗത്തിന് ദയ തോന്നിയില്ല. അവനെൻ്റെ മുഖത്തടിച്ചു. എന്നെ നിലവിളി പുറത്തു വരാതിരിക്കാൻ അവനെൻ്റെ ഷോൾ എടുത്ത് വായ മൂടിക്കെട്ടി. അവൻ്റെ കണ്ണുകൾ കാമം മാത്രമായിരുന്നു. ഞാൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവൻ വലിച്ചീറുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു മരണം നൽകാൻ. പക്ഷേ മരണം പോലും എന്നെ ഒന്നും തുണച്ചില്ല. ക്രൂരമായ ആ നിമിഷങ്ങൾ. ഓരോ തവണ അവൻ എന്നെ വേദനിപ്പിക്കുമ്പോഴും എൻ്റെ ആത്മാവ് ഓരോ കഷ്ടങ്ങളായി നുറുങ്ങിയായിരുന്നു. നഖങ്ങൾ കൊണ്ട് അവൻ എൻ്റെ ശരീരത്തിൽ പോറലുകൾ ഉണ്ടാക്കി. ഞാൻ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ വെറും മണ്ണ് പോലെ അവിടെ കിടന്നു. അവൻ പോയി കഴിഞ്ഞും എത്ര നേരം ഞാൻ അവിടെ കിടന്നു എന്ന് എനിക്കറിയില്ല. ആകാശത്ത് നോക്കി കിടക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഒരു എച്ചിപ്പാൽ കുടിച്ച നായെപ്പോലെയാണ് എനിക്കെന്നെ തോന്നിയത്. വീട്ടിൽ ചെന്ന് ബാത്റൂമിൽ ഷവറിന് താഴെ നീ ഒരുപാട് കരഞ്ഞു. ദേഹം ഉരച്ച് കഴുകി. പക്ഷേ ആ അഴുക്ക് പോകുന്നില്ല ദീപേഷ്. എൻ്റെ ശരീരം അഴുക്കായിപ്പോയി. പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റൊരു പുരുഷനെ വിശ്വസിക്കാൻ? എൻ്റെ ഈ ശരീരത്തിൽ മറ്റൊരു കൈകൾ തൊടുന്ന എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ വിട്ടേക്കുന്നു. എനിക്ക് ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല. പ്രിയയുടെ വാക്കുകൾ കേട്ട് ദീപേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ അവളെ വിറക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി പതുക്കെ അമർത്തി. അവൻ്റെ ഹൃദയം അവൾക്കായി പിടഞ്ഞു. ദീപേഷ് അവിടെ അരികിലിരുന്ന് പതുക്കെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പ്രിയതിൽ നിന്റെ തെറ്റെന്താണ്? നീ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്നറിയാം. പക്ഷെ ആ അഴുക്ക് നിന്റെ ശരീരത്തിലല്ല. അവൻ്റെ മനസ്സിലായിരുന്നു. നീ ഇപ്പോഴും പരിശുദ്ധയാണ്. അതൊരു അപകടമായി കരുതി മറക്കാൻ ശ്രമിക്കണം. തെറ്റ് ചെയ്തവൻ പുറത്ത് കുറ്റബോധമില്ലാതെ സുഖമായിട്ട് നടക്കുമ്പോൾ നീ എന്തിനാണ് സ്വയം ശിക്ഷിക്കുന്നത്?
നീ തനിച്ചല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഐ ലവ് യു പ്രിയ. പിന്നീടുള്ള ദിവസങ്ങളിലും ദീപേഷ് പ്രിയയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ പ്രിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. താൻ അവനെ സ്നേഹിച്ചാൽ അത് അവന് ലഭിക്കേണ്ട സന്തോഷങ്ങൾ ഇല്ലാതാക്കുമെന്ന് അവൾ ഭയന്നു. അഞ്ജലി പലവട്ടം അവളോട് സംസാരിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഒരു ദിവസം രാവിലെ ദീപേഷ് ഒരു യുവാക്ഷര കത്തുമായി വന്ന് പ്രിയയുടെ കയ്യിൽ കൊടുത്തു. വെള്ള പേപ്പറിൽ സ്വർണ്ണലിപികളിൽ അച്ചടിച്ച ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ദീപേഷ് വേഡ് സിതാര, അടുത്ത ആഴ്ചയാണ് വിവാഹം. അഭിനന്ദനങ്ങൾ ദീപേഷ് എന്നും മരവിച്ച സ്വരത്തിൽ പ്രിയ ആശംസ നേർന്നു. അഞ്ജലി എന്ന് പ്രിയയോട് പൊട്ടിത്തെറിച്ചു. കണ്ടോ, നിന്റെ വാശിയാണ് നിന്നെ ജീവനായി സ്നേഹിച്ച ഒരാൾ പോയി. ഇനി നീ എന്നും ഒറ്റക്കായിരിക്കും. സിതാര ഭാഗ്യവതിയാ. ദീപേഷിനെ പോലെ ഒരാളെ കിട്ടാൻ അവൾ അത്രയും പുണ്യം ചെയ്തിരിക്കണം. ഇനിയെങ്കിലും നിന്റെ ഈ വാശി ഒന്ന് മാറ്റിക്കൂടെ പ്രിയേ? വിവാഹത്തിന് ഇനി 3 നാൾ മാത്രം. ഓഫീസിലെ ബോർഡിൽ ആ ക്ഷണക്കത്ത് കാണുമ്പോഴെല്ലാം പ്രിയയുടെ ഉള്ളിൽ 1000 സൂചി തറക്കുന്ന പോലെ തോന്നി. സമാധാനം നഷ്ടപ്പെട്ട പ്രിയ ഒരു വൈകുന്നേരം അഞ്ജലിയുടെ അടുത്ത് പോയി ഇടറിയ സ്വരത്തിൽ ചോദിച്ചു: അഞ്ജലി, ആ സിതാര അവള് ഒരുപാട് സുന്ദരിയാണോ? അഞ്ജലി കയ്യിരുന്ന പേരെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ വെച്ചു. അതേ പ്രിയ, അവൾ അതിസുന്ദരിയാ, നിന്നേക്കാൾ സുന്ദരി. ദീപേഷിനെ പോലെ ഒരാളെ സ്നേഹിക്കാനും അവന്റെ കൂടെ ജീവിക്കാനും തീരുമാനിച്ച അവളുടെ മനസ്സിനാ നിന്നേക്കാൾ കൂടുതൽ സൗന്ദര്യം. അവൻ ഇത്രയും കാലം നിന്റെ പുറകെയാണെന്ന് നിന്റെ ഈ മുഖം കണ്ടിട്ടാണ് നീ കരുതിയോ? അല്ല പ്രിയ, നിന്റെ മനസ്സിനെയായിരുന്നു അവൻ സ്നേഹിച്ചത്. പക്ഷെ നീ അത് ചവിട്ടി മതിച്ചു. ഇപ്പോൾ അവനെ സ്വന്തമാക്കാൻ സിതാര എത്തിക്കഴിഞ്ഞു. അഞ്ജലി പോയി കഴിഞ്ഞപ്പോൾ പ്രിയ അവിടെ തകർന്നിരുന്നു പോയി. കണ്ണാടിയിൽ സ്വന്തം മുഖത്തേക്ക് നോക്കി അവൾ വിതുമ്പി. സിതാര സുന്ദരിയാണല്ലേ? ദീപേഷ് മറ്റൊരാളുടേതാവുന്നു എന്നറിഞ്ഞപ്പോൾ അവന്റെ ആ ചിരിയും തമാശകളും എന്റെ മാത്രം അവകാശമായിരുന്നു അവൾ വൈകിയാണെങ്കിൽ തിരിച്ചറിഞ്ഞു. അവനില്ലാത്തൊരു ലോകം അവൾക്ക് ചിന്തിക്കാൻ പോലും ആയില്ല. രാത്രികളിൽ അവൾ ഉറക്കമില്ലാതെ ജനാലക്കൽ നോക്കിയിരുന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഓരോ മഴത്തുള്ളി അവളുടെ ഓർമ്മകളെ തട്ടിയുണർത്തി. പ്രിയേ, കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരട്ടെ? ആ പഴയ ചോദ്യം അവളുടെ കാതുകളിൽ മുഴങ്ങി. അന്ന് ദേഷ്യത്തോടെ മറുപടി നൽകിയപ്പോൾ ദീപേഷ് കാട്ടിയ നിഷ്കളങ്കമായ ചിരി അതായിരുന്നു തന്റെ ഏക ആശ്വാസം എന്ന് അവൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ആരുമില്ലാതിരുന്ന തന്റെ ശൂന്യമായ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത് അവന്റെ സാന്നിധ്യമായിരുന്നു. തന്റെ കറുത്ത ഭൂതകാലം കേട്ടിട്ട് മുഖം തിരിക്കാതെ നീ പരിശുദ്ധയാണെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കാൻ തയ്യാറായ ഒരേ ഒരു പുരുഷൻ. തന്നെ ഒരു ഇരയായിട്ടല്ല, ഒരു പെണ്ണായിട്ടും മനുഷ്യനായിട്ടും കണ്ടവൻ. അവനെയാണ് താൻ സ്വന്തം വാശി കൊണ്ട് കൈവിട്ട് കളഞ്ഞത്. എന്തിനായിരുന്നു പ്രിയ നീ ഇത്രയും കാലം അവനെ വേദനിപ്പിച്ച്? അവന് നിന്റെ ശരീരമല്ലായിരുന്നു വേണ്ടിയിരുന്നത്. നിന്റെ തകർന്ന മനസ്സിലൊന്ന് തലോടാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അത് മനസ്സിലാക്കാൻ നീ ഇത്രയും വൈകിയോ? ഫോണെടുത്ത് അവന്റെ നമ്പർ നോക്കി അവൾ വിരുമ്പി. ഒരു മെസ്സേജ് അയക്കാൻ വിരലുകൾ ചലിച്ചു. പക്ഷേ സിതാര എന്ന പേര് ഓർമ്മ വന്നപ്പോൾ അവൾക്കതിന് കഴിഞ്ഞില്ല. മറ്റൊരാളുടെ അവകാശമായി അവൻ മാറാൻ പോകുന്നു. ഇനിമേൽ തന്റെ അരികിൽ വന്ന് അവൻ കുസൃതി പറയില്ല. തന്റെ വിഷമങ്ങളിൽ തോളിൽ തട്ടി ആശ്വസിപ്പിക്കില്ല. അവനില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ പോലും പ്രിയക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. വിവാഹ ദിവസം പുലർന്നപ്പോൾ പ്രിയ ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു. ഓരോ നിമിഷവും ദീപേഷ് മറ്റൊരാളുടേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് കരഞ്ഞു തളർന്ന സ്വന്തം മുഖമല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു പെണ്ണിന്റെ നിസ്സഹായതയായിരുന്നു. ആൾക്ക് വീട്ടിലിരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലെ സങ്കടം ഒരു നിലവിളിയായി മാറി. ഒടുവിൽ ഒരു തീരുമാനമെടുത്തവളെ പോലെ അവൾ വിവാഹ ഹാൾ ലക്ഷ്യമാക്കി ഓടി. ഹാളിന് മുന്നിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം പടപടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു. അകത്ത് വലിയ തിരക്കില്ല. പക്ഷെ ദൂരെ മണ്ഡപം പോലെ ഒരുക്കിയ സ്ഥലത്ത് പട്ടുടുത്ത് തലയിൽ കിരീടം വെച്ച് വരന്റെ വേഷത്തിൽ നിൽക്കുന്ന ദീപേഷിനെ അവൾ കണ്ടു. അവനരികിൽ വധുവിന്റെ വേഷത്തിൽ മറ്റൊരു പെണ്ണ്. ആ കാഴ്ച പ്രിയയുടെ ഉള്ളിലെ നിയന്ത്രണങ്ങൾ തകർത്തു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് അവൾ ദീപേഷിന്റെ മുന്നിലേക്ക് പാഞ്ഞെത്തി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ സംസാരം നിലച്ചു. ക്യാമറകൾ അവൾക്ക് നേരെ തിരിഞ്ഞു. ദീപേഷ് അത്ഭുതത്തോടെ അവളെ നോക്കി. പ്രിയേ, നീ ഇവിടെ? അവന്റെ ആ ചോദ്യം കേട്ടതും പ്രിയയുടെ ഉള്ളിലെ സങ്കടം ദേഷ്യമായി മാറി. അവൾ ഒന്നും നോക്കിയില്ല. സർവ്വശക്തിമെടുത്ത് അവന്റെ കരണത്തുനിന്ന് അടിച്ചു. ഹാളിലാകെ നിശബ്ദത പടർന്നു. നിനക്ക് എങ്ങനെ തോന്നി ദീപേഷ്? അവൾ കലറി. അവളുടെ വാക്കുകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് 2 വർഷം പുറകെ നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നീ വേറെ പെണ്ണിന് കല്യാണം കഴിക്കോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ദീപേഷ് കവളിൽ കൈവച്ച് അവളെ നോക്കി നിൽക്കുകയാണ്. പ്രിയവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തുടർന്നു. നിന്നോട് എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നുള്ള നിന്റെ സ്നേഹം കുറവായതുകൊണ്ടല്ല, മറിച്ച് നിന്നെപ്പോലൊരു നല്ല മനുഷ്യന് എന്നെപ്പോലൊരു അഴുക്ക് പുരണ്ട അവളെ കിട്ടരുതെന്ന് കരുതിയ. പക്ഷെ നിനക്കൊന്നും മനസ്സിലായില്ലേ? നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് എനിക്കറിയില്ലേ? എൻ്റെ ഭൂതകാലത്തേക്കാൾ വലിയ വേദനയാ നിന്റെ കല്യാണം എനിക്ക് തരുന്നത്. എന്നിങ്ങനെ തനിച്ചാക്കി പോകാൻ എനിക്കിങ്ങനെ മനസ്സ് വന്നു. നീയില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട ദീപേഷ്, എന്നെ കൊന്നിട്ട് പോയി കല്യാണം കഴിക്കുന്നീ. ആളവനെ നെഞ്ചിൽ തലയാഴ്ച തകർന്ന് കരഞ്ഞു. പെട്ടെന്ന് ചുറ്റും ചിരിയും കയ്യടികളും ഉയരാൻ തുടങ്ങി. പ്രിയ ഞെട്ടിപ്പോയി. അവൾ തലയുയർത്തി നോക്കുമ്പോൾ ദീപേഷിന്റെ മുഖത്ത് ആ പഴയ കുസൃതി ചിരി. പ്ലാൻ സക്സസ്. ഷോട്ടിൽ പ്രിയയുടെ എക്സ്പ്രഷൻ പൊളിച്ചു. അരികിലുണ്ടായിരുന്ന ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞു. പ്രിയ ചുറ്റും നോക്കി. അതൊരു കല്യാണ മണ്ഡപമല്ല, ഒരു ജ്വല്ലറി പരസ്യത്തിന്റെ ഷൂട്ടിംഗ് സെറ്റായിരുന്നു. ദീപേഷ് ആ പരസ്യത്തിന്റെ മോഡലായിട്ട് അഭിനയിക്കുകയായിരുന്നു. വധുവിന്റെ വേഷത്തിൽ നിൽക്കുന്ന മറ്റൊരു മോഡലായിരുന്നു. അഞ്ജലി അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് ഓടി വന്നു. കണ്ടോടി, നിന്റെ ഉള്ളിലെ സ്നേഹം പുറത്തുകൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിയ ചെറിയ ഡ്രാമയത്. ആ കല്യാണക്കത്ത് വ്യാജായിരുന്നു. നീ അല്ലാതെ അവൻ ആരെയും കല്യാണം കഴിക്കാൻ കഴിയില്ല പ്രിയേ. പ്രിയ അന്തം വിട്ട് നിന്നു.
അപ്പൊ അത് വ്യാജ കല്യാണക്കത്തായിരുന്നോ? അഞ്ജലി ഇതിൽ കൂട്ടുണ്ടായിരുന്നോ? ദീപേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ സമ്മതിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അഞ്ജലി എന്ന ഐഡിയ ആയിരുന്നത്. എനിക്ക് നിന്നെ വേണം പ്രിയ. നിന്റെ കയ്യിൽ ആ അടിയുണ്ടല്ലോ, അതെന്റെ പ്രണയത്തിനുള്ള സമ്മാനമായിട്ട് ഞാൻ കരുതാം. പ്രിയയുടെ മുഖത്ത് നാണവും ദേഷ്യവും സന്തോഷവും ഒരുപോലെ മിന്നി മറഞ്ഞു. സന്തോഷം കൊണ്ട് പ്രിയ ദീപേഷിനെ വീണ്ടും കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആരും കാണാതെ അവന്റെ കവളിൽ കുറുമ്പോടെ പതുക്കിയൊന്ന് കടിച്ചു. ഇനി എന്നെ ഇങ്ങനെ പേടിപ്പിച്ച ശരിക്കും ഞാൻ നിന്നെ കൊല്ലും. അവളവന്റെ കാതിൽ മന്ത്രിച്ചു. അഞ്ജലിയും കൂട്ടുകാരും നിമിഷം ആഘോഷമാക്കി. ആ ഷൂട്ടിംഗ് സെറ്റിലെ ലൈറ്റുകളേക്കാൾ തിളക്കമുള്ള ഒരു പുഞ്ചിരി അന്ന് പ്രിയയുടെ മുഖത്ത് വിരിഞ്ഞു. ഇരുളടഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പുലരി വിരിഞ്ഞിരിക്കുന്നു.